കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി ഈ തസ്തികയിലേക്ക് എല്ലാം തന്നെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രായപരിധി പ്രത്യേകം ശ്രദ്ധിക്കണം. 18 to 40 ആണ് ഏജ് ലിമിറ്റ്. 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ EWS കാറ്റഗറിക്കാർക്കുണ്ട്. അങ്ങനെ 43 വയസ്സ് വരെയുള്ള EWSകാർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. OBCക്കാർക്ക് 43 വയസ്സ് വരെ അപേക്ഷിക്കാം. SC/STക്കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ വിധവകൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും ഉണ്ട്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ തസ്തികയിലേക്കും എത്ര ഒഴിവുകളാണ് ഉള്ളതെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 11/2024 തസ്തിക സെക്രട്ടറി 3 ഒഴിവുകളാണ് ഉള്ളത്. കാറ്റഗറി നമ്പർ 12/2024 തസ്തിക അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റ് അക്കൗണ്ടന്റ് 15 ഒഴിവുകളാണ് ഉള്ളത്. കാറ്റഗറി നമ്പർ 13/2024 ജൂനിയർ ക്ലർക്ക്, കാഷ്യർ 264 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 14/2024 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അതിന് 1 ഒഴിവാണ് ഉള്ളത്. കാറ്റഗറി നമ്പർ 15/2024 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അതിന് 7 ഒഴിവുകളാണ് ഉള്ളത്. കാറ്റഗറി നമ്പർ 16/2024 തസ്തിക ടൈപ്പിസ്റ്റ് അതിന് 1 ഒഴിവാണ് ഉള്ളത്. അപ്പോൾ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കും അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ മുഴുവൻ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/1/2025 ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. വിജ്ഞാപന തീയതി 25/11/2024 ആണ്. അപ്പോൾ പ്രായപരിധി ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ജനറൽ കാറ്റഗറി 18 to 40 ആണ്. OBC 43, SC/ST 45, EWS 43, വിധവകൾക്ക് 5 വർഷത്തെ ഇളവുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറിയിലുള്ള വയസ്സിളവിനെ സംബന്ധിച്ച് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് ഓരോരുത്തരും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അതുപോലെ പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR ഓൺലൈൻ എഴുത്തു പരീക്ഷയുടെ ബന്ധപ്പെട്ടാണ് സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടക്കുന്നത്. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ ബാങ്ക് സംഘങ്ങളാണ്. അപേക്ഷ സമർപ്പിക്കൽ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. www.cseb.kerala.gov.in ആണ്. അപേക്ഷ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ വിശദ വിവരങ്ങളൊക്കെ തന്നെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയ്ക്ക് OMR പരീക്ഷയും മറ്റുള്ള കാറ്റഗറിയിലേക്കുള്ള പരീക്ഷ ഓൺലൈനും ആയിരിക്കും. ടൈപ്പിസ്റ്റ് തസ്തികയ്ക്ക് എഴുത്തു പരീക്ഷയും ആയിരിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എല്ലാവർക്കും ഏജ് ഓവറായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെയുള്ള ഒരു സുവർണ അവസരമാണ്. നിങ്ങൾ എല്ലാവരും തന്നെ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. വിശദ വിവരങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞ പ്രസ്തുത സൈറ്റിൽ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.